മെറ്റ ആൻഡ്രോമെഡ. മെറ്റ ആൻഡ്രോമെഡയാണ് ഇപ്പോൾ താരം. ടാർഗറ്റിംഗ് മൊത്തത്തിൽ മരിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ആഡ്സ് ആരെയൊക്കെ കാണിക്കണമെന്ന് ഇനി ആൻഡ്രോമെഡ ഡിസൈഡ് ചെയ്യും. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഞാൻ ആൻഡ്രോമെഡ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ടെക്സ്റ്റൈൽസിനെ കൺസിഡർ ചെയ്യാം. ഒരു സ്കൂൾ സ്റ്റുഡൻറ്റോ കോളേജ് സ്റ്റുഡൻറ്റോ ആണ് വരുന്നതെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കും. അതേസമയം ഒരു കല്യാണ പാർട്ടി ആണെങ്കിൽ മേ ബി പട്ട് സാരിയോ അല്ലെങ്കിൽ ഒരു വില കൂടിയ ലെഹങ്കയോ ആയിരിക്കും കാണിക്കുന്നത്. നമ്മുടെ ഈ ഷോപ്പ് കീപ്പറാണ് ഇനി മുതൽ മെറ്റ ആൻഡ്രോമെഡ. ആര് ഏത് ആഡ് കാണിക്കണം എന്നുള്ളത് ആൻഡ്രോമെഡ ഡിസൈഡ് ചെയ്യും. നമ്മൾ റൺ ചെയ്യുന്ന മെറ്റ ആഡ്സ് പ്രോപ്പർ ആകാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, സ്ട്രക്ചർ സിമ്പിൾ ആക്കുക. ക്യാമ്പയിൻ ഒരെണ്ണം മതി, അതിനകത്ത് ഓഡിയൻസ് ബ്രോഡർ ആക്കുക. ആഡ് സെറ്റ്സ് മേ ബി 3 to 5. രണ്ടാമത്തത്, നമ്മുടെ ക്രിയേറ്റീവ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ മേ ബി റീൽസ് ഇംഗ്ലീഷിൽ ചെയ്യാം, മലയാളത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ ക്രിയേറ്റീവ്സ് സ്റ്റാറ്റിക്സ് ആവാം, കരോസൽസ് ആവാം. പക്ഷേ ഇത് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 3 ആംഗിൾസ് ആയിരിക്കണം. ഒന്ന് ട്രസ്റ്റ്, ഒന്ന് പ്രൈസ്, ഒന്ന് ഒരു കൺവീനിയൻസ്. ഈ ഒരു 3 ആംഗിൾസിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്രിയേറ്റീവ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിഗ്നൽസ് ഇമ്പ്രൂവ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവിൽ തന്നെ ക്ലിയറായി നമ്മുടെ ഡെലിവറബിൾസോ നമ്മുടെ സർവീസസോ മെൻഷൻ ചെയ്യാൻ. മേ ബി ഇടപ്പള്ളിയിൽ നിന്ന് പിക്കപ്പ് ഓർ ഹോം ഡെലിവറി അറ്റ് പട്ടം, മേ ബി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ പ്രൈസ് ഇത്ര ഓഫറിലുള്ളൊരു പ്രൊഡക്റ്റാണ് എന്നുള്ളതെല്ലാം നമ്മുടെ ക്രിയേറ്റീവ്സ് തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ ടാർഗറ്റിംഗ് പഠിപ്പിക്കേണ്ടത് ക്രിയേറ്റീവ്സിനെയാണ്. ആൻഡ്രോമെഡ ഡിസൈഡ് ചെയ്യും അത് ആരെയൊക്കെ കാണിക്കണമെന്ന്. ഇനി മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ക്രിയേറ്റീവ്സിനെ ഇംപ്രൂവൈസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ആഴ്ച 3 ക്രിയേറ്റീവ്സ് ട്രൈ ചെയ്യുക, 3 ആംഗിൾസിൽ. ഒന്ന് പ്രൈസ്, ഒന്ന് ട്രസ്റ്റ്, ഒന്ന് കൺവീനിയൻസ്. അപ്പോൾ ഇതിൻ്റെ ആഡ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഏതിനാണ് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണേ.